أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തജ്വീദിൻ്റെ ഈ ഭാഗത്തിൽ സൂറ അദ്ദുഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബിസ്മി കഴിഞ്ഞാൽ ആദ്യത്തെ ആയത്ത് വദ്ദുഹ, ദ്വാദ്, അത് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ഹ എന്നുള്ളത് അധികം നീട്ടേണ്ടതില്ല. വല്ലൈലി ഇദാ സജ, ഈ ആയത്തിൽ പ്രത്യേക നിയമങ്ങളൊന്നും വരുന്നില്ല. അവസാനം ചെറിയ രീതിയിൽ നീട്ടിയാൽ മതി. മാ വദ്ദഅക റബ്ബുക, റ ഇസ്തിഅലാൻ്റെ രീതിയിലാണ് ഉച്ചരിക്കുക. വമാ ഖല, ഖാഫ് ആ രീതിയിലാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. റായും ഖായും ഒരുപോലെയാണ് ഉച്ചരിക്കേണ്ടത്. വലൽ ആഖിറ, റാ ഇസ്തിഅലാൻ്റെ രീതിയിലാണ്. ഖി എന്നുള്ളതും ഇസ്തിഅലാൻ്റെ അക്ഷരം തന്നെയാണ്. ഖ. ഖൈറുൽ ലക, ഖ ഇസ്തിഅലാൻ്റെ അക്ഷരം. റായും ആ രീതിയിലാണ് ഉച്ചരിക്കുക. റുൻ എന്ന് പറയാൻ പാടില്ല, റുല്ലക, കാരണം അത് ഇദ്ഗാം ബിലാ ഗുന്ന ആണ്. അതായത് ലാമു റാ വരികയാണെങ്കിൽ തൻവീനോ സുക്കൂനുള്ള നൂനോ ഉച്ചരിക്കുകയില്ല. അപ്പം ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅ്തീക, ത്വാ ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. യോ പെട്ടെന്ന് പറയണം. യുഅ്തീക റബ്ബുക, റാ ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ഫതർദോ, അവിടെയും ദ്വാ എന്നുള്ളത് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ആ രീതിയിൽ ദ്വാ ഉയർത്തി ഖനപ്പിച്ച് ഉച്ചരിക്കുക. അലം യജിദ്ക, ദ് അവിടെ അത് കൽക്കലൻ്റെ അക്ഷരമാണ്. നമ്മൾ വ്യക്തമാക്കി തറപ്പിച്ച് പറയണം. യജിദ്. യതീമൻ ഫആവ, യതീമൻ എന്ന് അവിടെ നൂനിനെ വ്യക്തമാക്കാൻ പാടില്ല. അത് ഇഖ്ഫാവിൻ്റെ നിയമത്തിൽ വരുന്നതാണ്. അപ്പം അത് നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചോദണം. യതീമൻ ഫആവ വവജദക ضالًا, അവിടെയും ഇസ്തിഅലാൻ്റെ അക്ഷരമാണ് ദ്വാദ് എന്നുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഉച്ചരിക്കുക. ضالًا فهدى, ലൻ എന്നുള്ളത് അവിടെ ശേഷം വരുന്നത് ഫ ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് ലൻ എന്ന് വ്യക്തമാക്കാതെ പറയണം. ضالًا فهدى ووجدك عائلا, അവിടെ ആ എന്നുള്ളത് മദ്ദുൽ മുത്തസിലാണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് 4 മുതൽ 6 സെക്കൻഡ് വരെ അത് അല്ലെങ്കിൽ ഹർക്കത്ത് നീട്ടിയാണ് അത് ഓതുക. ആയിലൻ ഫഅഗ്ന, നേരത്തെ പറഞ്ഞതുപോലെ ലൻ എന്നുള്ളത് വ്യക്തമാക്കാൻ പാടില്ല. ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. ഫഅമ്മൽ, അവിടെ മീമിനെ ശബ്ദ് വരുന്ന കാരണത്താൽ മണിച്ച് ഉച്ചരിക്കണം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, തഖ് എന്നുള്ളത് തറപ്പിച്ച് പറയണം. കൽക്കലയുടെ അക്ഷരമാണത്. തഖ് ഹർ, ഹർ എന്നുള്ളത് നമുക്കറിയാം അത് കൽക്കലൻ്റെ അക്ഷരമല്ല, പക്ഷെ അത് കുറച്ചൊരു ഇതിൽ ഒന്ന് നമ്മൾ പറയുന്നുള്ളതുള്ളൂ. വഅമ്മ, അവിടെ മീമിന് വീണ്ടും ശബ്ദ് വരുന്നുണ്ട്, അവിടെയും മണിച്ചോദനം. വഅമ്മസ്സായില, അവിടെ മദ്ദുൽ മുത്തസിലാണ്. നമ്മൾ 4 മുതൽ 6 സെക്കൻഡ് നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. ഫലാ തൻഹർ,
തൻ എന്നുള്ളത് വ്യക്തമാക്കി ഉച്ചരിക്കണം. കാരണം അതിന് ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അവിടെ ഇദ്ഹാറാണ്. അപ്പോൾ അത് വ്യക്തമാക്കി പറയണം. തൻഹറു. റ എന്ന അക്ഷരത്തിൽ സുക്കൂൻ വരുമ്പോൾ നമ്മൾ കൽക്കലൻ്റെ അക്ഷരത്തിൽപ്പെട്ടതല്ല, അത്ര തറപ്പിച്ച് പറയാനും പാടില്ല. പക്ഷേ എന്നാലും ചെറിയൊരു രീതിയിൽ അത് തറപ്പിച്ചിട്ടാണ് നമ്മൾ ഉച്ചരിക്കാറ്. മീമിന് ശബ്ദമാണ്, മണിച്ച് ഉച്ചരിക്കണം. ബിനിഅമതി ഐനിന് സുക്കൂന് നമ്മൾ പെട്ടെന്ന് ഉച്ചരിക്കണം. റബ്ബിക റ ഇസ്തിലാൻ്റെ രീതിയിലാണത് ഉച്ചരിക്കുക. ഫഹദ്ദിസ് അവിടെ നമ്മൾ ലാസ്റ്റ് തറപ്പിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഫഹദ്ദിസ് എന്നാണ് ഉച്ചരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث